Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മൾ അവിടെ വരെ എടുത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവിടെ വരെ പറഞ്ഞോ. പ്ലാൻ ആക്ടിവേഷൻ ഡിഫറെന്റ് ഏരിയാസ് പറഞ്ഞോ. ലോജിസ്റ്റിക് പ്ലാനിങ് തുടങ്ങിയാണോ പറയേണ്ടത്? ബെഡ് കപ്പാസിറ്റി പറഞ്ഞു, ഇനി ലോജിസ്റ്റിക് പ്ലാനിങ് തുടങ്ങിയായിരിക്കും. ഓക്കെ, എന്താണ് ലോജിസ്റ്റിക് പ്ലാനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീ ഡിസാസ്റ്റർ ഫേസിലെ കാര്യങ്ങളാണ് കേട്ടോ. മാറിപ്പോകരുത്. പ്രീ ഡിസാസ്റ്റർ ഫേസിലെ നടപടിക്രമങ്ങളാണ്. അപ്പോൾ അതില് വരുന്നതാണ് ലോജിസ്റ്റിക് പ്ലാനിങ്. ലോജിസ്റ്റിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് എന്താണ്? ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അതായത് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും വ്യക്തിപരമായിട്ടല്ല, എന്താണ് സങ്കീർണമായ ഒരു പ്രക്രിയയോ അല്ലെങ്കിൽ ഒരു ദൗത്യമോ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വിപുലമായിട്ടുള്ള കുറച്ച് സന്നാഹങ്ങളിലൊക്കെ ഒരുക്കുന്ന ഒരു ശാഖയാണ് നമ്മള് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു ദൗത്യം, ഇപ്പോൾ ഡിസാസ്റ്റർ അല്ലേ വിഷയം. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള്, അതിനാവശ്യമുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു ശാഖയാണ് നമ്മൾ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിന്യാസ ശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. വിന്യാസ ശാസ്ത്രം, ലോജിസ്റ്റിക്കിന്റെ മലയാളമാണ് വിന്യാസ ശാസ്ത്രം. ഓക്കെ, അപ്പൊ ഒരു ലോജിസ്റ്റിക് പ്ലാനിങ് എന്തായാലും ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ആവശ്യമാണ് അല്ലെ. അതായത് വിന്യാസപരമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ലോജിസ്റ്റിക് പ്ലാനിങ് വരുന്നത് എന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ്. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലിനകത്തും പുറത്തുമായിട്ട് എന്താണ് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അല്ലെ, അതുമായി ബന്ധപ്പെട്ടൊരു ആസൂത്രണം, ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. പ്ലാനിങ് ഫോർ communications within and outside the hospital. Okay, അടുത്തത് transportation planning to and from the site other hospital or other hospitals. ട്രാൻസ്പോർട്ടേഷൻ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗതാഗത സൗകര്യങ്ങൾ അല്ലേ.
പ്രധാനമായിട്ടും ഏത് വാഹനമാണ് ഉദ്ദേശിക്കുന്നത്? ആംബുലൻസ് സർവീസസും അതർ ടൈപ്പ് ഓഫ് വെഹിക്കിൾസും അല്ലെങ്കിൽ എമർജൻസി വെഹിക്കിൾസുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് വ്യക്തമായ രീതിയിലുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ടു ആൻഡ് ഫ്രം ദ സൈറ്റ് ആൻഡ് അതർ ഹോസ്പിറ്റൽസ്, അതായത് അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ആളെ പേഷ്യൻസിന് എത്തിക്കാനുള്ള സൗകര്യങ്ങളും അത് ഒതുക്കുന്ന തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അടുത്തത് സ്റ്റോഴ്സ് പ്ലാനിങ്. എന്താണ് സ്റ്റോഴ്സ് പ്ലാനിങ്? മെഡിക്കൽ സപ്ലൈസുകൾ, മറ്റ് എക്യുപ്മെന്റ്സുകൾ, അത് മറ്റ് ആവശ്യങ്ങളെല്ലാം തന്നെ എന്താണ് റിസോഴ്സുകളെല്ലാം തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അല്ലെ. ഇതിന്റെ ആവശ്യകത അനുസരിച്ചിട്ട് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. സ്റ്റോഴ്സ് പ്ലാനിങ്, പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോഴ്സ് പ്ലാനിങ്. അടുത്തത് എന്താണ്? പേഴ്സണൽ പ്ലാനിങ്. പേഴ്സണൽ, ഇവിടെ ആരാണ് പേഴ്സണൽ ഉദ്ദേശിക്കുന്നത്? ഉദ്യോഗസ്ഥരെയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കാര്യമാണ് പേഴ്സണൽ പ്ലാനിങ്. പേഴ്സണൽ പ്ലാനിങ്ങിൽ എന്താണ് വരുന്നത്? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ. ഇത് മെഡിക്കൽ സ്റ്റാഫുകളും നോൺ മെഡിക്കൽ സ്റ്റാഫുകളും എവിടെയൊക്കെ ആരൊക്കെയാണ് വേണ്ടത് എന്ന് കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നു. പേഴ്സണൽ പ്ലാനിങ്. ഇതിലെ മെഡിക്കൽ സ്റ്റാഫ്, മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, ആരൊക്കെ വേണ്ടതില്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, para and pre-clinical disciplines, and standby staff should be ready for services in the control room or command center. മെഡിക്കൽ സ്റ്റാഫുള്ള ആവശ്യകതകൾ അല്ലെ. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണോ? ക്ലിനിക്കൽ സ്റ്റാഫുകളും പാരാ ക്ലിനിക്കൽ സ്റ്റാഫുകളും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കമാൻഡ് സെന്ററുകളിലും കൺട്രോൾ റൂംസിലൊക്കെ ആവശ്യാനുസരണം അവര് ആരൊക്കെയാണ് എവിടേക്ക് വേണ്ടത് കൃത്യമായിട്ട് മെഡിക്കൽ സ്റ്റാഫുകൾ എവിടേക്ക് ഉണ്ടാകുന്നു എന്നത് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ കമാൻഡ് സെന്ററിലും അതുപോലെ തന്നെ കൺട്രോൾ റൂമിലാണ് അത്തരം നഴ്സസ് മെഡിക്കൽ സ്റ്റാഫുകൾ എന്താണ് അവർ തയ്യാറായിരിക്കണം. ആ ജീവനക്കാരെല്ലാവരും തന്നെ അവിടെ തയ്യാറായിരിക്കണം, പ്ലാൻഡ് ആയിരിക്കണം. ഓക്കെ, അടുത്തത് നഴ്സിംഗ് സ്റ്റാഫ്. Nursing staff, nursing superintendent should be liable to prepare a list of staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. Nursing സ്റ്റാഫുകൾ ആവശ്യമായി വരും അല്ലെ. അതായത് ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കും ഏതൊക്കെ സെന്റേഴ്സ്, പ്രത്യേകിച്ച് നോൺ ക്രിട്ടിക്കൽ കെയറിലും അല്ലാതെ ഉള്ള പ്ലേസസിലൊക്കെ എന്താണ് ആരൊക്കെ ആവശ്യമായിട്ട് വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നഴ്സുമാരുടെ പേരടങ്ങിയ അവരുടെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റില് ആരൊക്കെ ആയിരിക്കണം, പ്രധാനമായും ഒരു അധിക സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വേണ്ട സ്ഥലത്ത് ഈ നഴ്സിംഗ് സൂപ്രണ്ട് പേര് നിർദ്ദേശിക്കുന്ന ആൾക്കാരായിരിക്കണം അവിടെ ഉണ്ടാക്കേണ്ടത്. അപ്പൊ അവിടെ അങ്ങനെ കുറച്ച് നഴ്സുമാരുടെ പേരടങ്ങിയ ഒരു ലിസ്റ്റ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ നഴ്സിംഗ് സ്റ്റാഫുകൾ അവിടെ സ്റ്റാഫുകൾ അധികമായിട്ട് വരുന്ന സമയം അധികം വേണ്ട പ്ലേസസിൽ അവിടെ നിയമിക്കും. ഓക്കെ, അടുത്തത് ആൻസിലറി സ്റ്റാഫ്. ആൻസിലറി സ്റ്റാഫ് അതായത് മറ്റ് അനുബന്ധ ജീവനക്കാർ അല്ലെ. ആരൊക്കെയാണ് മറ്റ് അനുബന്ധ ജീവനക്കാർ എന്ന് പറയുമ്പോൾ? ആൻസിലറി മെഡിക്കൽ സർവീസസ്, റേഡിയോളജി സ്റ്റാഫുകള്, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക് ഒക്കെയാണ് ഇതിൽ വരുന്നത് ആൻസിലറി മെഡിക്കൽ സർവീസസിൽ വരുന്നത് അല്ലെ. ആൻസിലറി മെഡിക്കൽ സർവീസസിൽ and also other hospital services. Example, ഇനി മറ്റ് ഹോസ്പിറ്റൽ സേവനങ്ങൾ എന്തൊക്കെയാണ്? housekeeping, sanitation, stores, pharmacy, kitchen should be available. എന്താണ്? ആൻസിലറി മെഡിക്കൽ സർവീസസുകളും റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്കിലുള്ള സ്റ്റാഫുകളും അതുപോലെ തന്നെ എന്താണ്
മറ്റ് അതർ ഹോസ്പിറ്റൽ സർവീസസിൽ വർക്ക് ചെയ്യുന്നവര്, അത് ഏതൊക്കെയാണ്? ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ്സിലുള്ളവരെല്ലാം തന്നെ എന്താണ്, എല്ലാ ജീവനക്കാരും മുതലായവരെല്ലാവരും തന്നെ അവൈലബിൾ ആയിരിക്കണം. ഇവരൊക്കെ വെൽ പ്ലാൻഡ് ആയിരിക്കണം. ഏതൊരു സമയത്ത്? ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത്. നെക്സ്റ്റ് വോളണ്ടിയേഴ്സ്. ആരാണ് വോളണ്ടിയേഴ്സ് എന്ന് പറയുന്നത്? വോളണ്ടിയേഴ്സ് ആരാണ്? The role which volunteers will assume during the time of a disaster should be predetermined, rehearsal, coordinated, and supervised by the regular senior staff. ഒരു ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന സിറ്റുവേഷൻസിൽ എന്തായാലും വോളണ്ടിയേഴ്സ് ആവശ്യമാണ് അല്ലെ. അപ്പൊ ഒരു റെഗുലർ സീനിയർ സ്റ്റാഫ് ആയിരിക്കും അവരെ സൂപ്പർവൈസ് ചെയ്യുന്നത്. സൂപ്പർവൈസ് ചെയ്യുന്നത് പോലെ തന്നെ എന്താണ്, അവർക്ക് പ്രത്യേക ഒരു റിഹേഴ്സൽ കൊടുക്കുന്നു. ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റിഹേഴ്സൽ കൊടുക്കുന്നു. ഓരോ റോൾസും ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ സീനിയർ സ്റ്റാഫുകളായിരിക്കും വോളണ്ടിയേഴ്സ്മാർക്ക് പരിശീലനം കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ വോളണ്ടിയേഴ്സിനെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യും. അടുത്തത് റിസർവ് സ്റ്റാഫ്. ആരാണ് റിസർവ് സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? Hospital must be identified physicians, nurses, and retired hospital workers, or who have changed careers to work outside of healthcare services or now work in areas other than direct patient care. ഇവിടെ എന്താ പറയുന്നത്? Hospital must identify physicians, nurses, and retired hospital workers. എന്താണ്? ഹോസ്പിറ്റലിലെ ഫിസീഷ്യൻസ്, നഴ്സസ്, റിട്ടയർഡ് വർക്കർമാർ എന്നിവരെ തിരിച്ചറിയുന്നവരായിരിക്കണം അല്ലെ. എന്നിവരൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കണം. മാത്രമല്ല എന്താണ്, ആരോഗ്യ സേവനത്തിന് പുറത്ത്, അതായത് ഔട്ട്സൈഡ് ഹോസ്പിറ്റലില് ഉള്ള ഹെൽത്ത് സർവീസസുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലെ. നേരിട്ട് പ്രസന്റില് now work in areas other than direct patient care, അതായത് നേരിട്ട് രോഗി പരിചരണം ഒഴികെയുള്ള മേഖലകളില് ജോലി ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. എന്താണ്, ആദ്യം ഫിസീഷ്യൻസിന്, നഴ്സിന്, മറ്റു റിട്ടയർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സിന് എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അവരെ കൃത്യമായി തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഔട്ട്സൈഡ് ഹെൽത്ത് സർവീസസ് കെയർസ് ഉണ്ടായിരിക്കും. പുറത്ത് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ടായിരിക്കും. അവിടെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, പല ഏരിയാസിലും ഡയറക്ട് പേഷ്യന്റ് കെയർ കൊടുക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ തമ്മിൽ പരസ്പരമായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അവരാണ് അത് റിസർവ് സ്റ്റാഫ്സിൽ ഉൾപ്പെടുന്നവര്. ഓക്കെ, അവരാണ് അങ്ങനെ റിസർവ് സ്റ്റാഫിൽ ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ. ഓക്കെ, പേഴ്സണൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, മെഡിക്കൽ സ്റ്റാഫുകളും വരുന്നുണ്ട്, അതില് നോൺ മെഡിക്കൽ സ്റ്റാഫുകളും വരുന്നുണ്ട് അല്ലെ. ഓക്കെ, മെഡിക്കൽ സ്റ്റാഫിൽ ആരൊക്കെയാണ്? മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫും പ്രീ ക്ലിനിക്കൽ സ്റ്റാഫുകളായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ദെൻ അവരായിരിക്കും കൺട്രോൾ റൂമിലും കമാൻഡ് സെന്റേഴ്സിലൊക്കെ കൃത്യമായിട്ട് സേവനങ്ങൾ നൽകുന്നത്. അടുത്തത് നഴ്സിംഗ് സ്റ്റാഫ്. അവരെന്താ ചെയ്യുന്നത്? നഴ്സിംഗ് സൂപ്രണ്ട് ആയിരിക്കും. ഏതൊക്കെ നഴ്സസ്മാര്, ഏതൊക്കെ നഴ്സുമാരുടെ പ്ലേസസ് ആവശ്യമുള്ള പ്ലേസസ് ഉണ്ടെന്ന് ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് ഉണ്ടായിരിക്കും. അധികം നഴ്സസ്മാരെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട കുറച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഏതൊക്കെ നഴ്സുമാർ എവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ഒരു ലിസ്റ്റ് എടുക്കുകയും അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ നഴ്സുമാരെ അവിടെ നിയമിക്കുന്നത്. ആൻസിലറി സ്റ്റാഫ് ആരാണ്? ആൻസിലറി മെഡിക്കൽ സർവീസസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സുകൾ അല്ലെ. റേഡിയോളജിയില്, ലബോറട്ടറിയില്, ബ്ലഡ് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ. അതർ ഹെൽത്ത് കെയർ സ്റ്റാഫ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ഏതാണ്? ഹോസ്പിറ്റൽ സർവീസസ്, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോർസ്, ഫാർമസി, കിച്ചൺ ഷുഡ് ബി അവൈലബിൾ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റനുബന്ധ ജീവനക്കാരും ആ ഒരു സമയത്ത് കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കണം. അവരും വ്യക്തമായ രീതിയിലുള്ള പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്.
Then volunteersന് സീനിയർ സ്റ്റാഫുകൾ പ്രത്യേക രീതിയിലുള്ള പരിശീലനങ്ങളും റിഹേഴ്സലും ട്രെയിനിങ്ങും ഒക്കെ ചെയ്ത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഓരോ വോളണ്ടിയേഴ്സിന്റെ റോൾസുകൾ കൈകാര്യം ചെയ്യുന്നത്. റിസർവ് സ്റ്റാഫ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഫിസിഷ്യൻസ്, നഴ്സ് ആൻഡ് റിട്ടയർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് ആയിരിക്കും. അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റലിൽ ഫിസിഷ്യൻസിനെയും നഴ്സസിനെയും അതുപോലെ തന്നെ റിട്ടയർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സിനെയും തിരിച്ചറിയുക. അതുപോലെ തന്നെ എന്താണ്? who have changed careers to work outside of health services. അതായത് ആരോഗ്യ മേഖലയിൽ പുറത്ത് സേവനം അനുഷ്ഠിക്കുന്നവരുണ്ടായിരിക്കാം. പിന്നെന്താണ്? now work in areas other than direct patient care. അതായത് നേരിട്ട് രോഗി പരിചരണം ഒഴികെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി ചെയ്യുന്നവരും റിസർവ് സ്റ്റാഫ്സിൽ ഉൾപ്പെടാം. ഇനി ലോജിസ്റ്റിക് പ്ലാനിന്റെ അവസാനഘട്ട പ്ലാനിംഗ് ആണ് എന്ത്? ഫിനാൻഷ്യൽ പ്ലാനിംഗ്. അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്, സാമ്പത്തികമായ ആസൂത്രണം. ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യമായി വന്നേക്കാം? മെഡിക്കൽ സപ്ലൈസുകള്, അല്ലെങ്കിൽ മറ്റേ എക്യുപ്മെന്റ്സുകള്, അതർ ഫെസിലിറ്റീസിനൊക്കെ ചിലപ്പോ എന്താണ് എമർജൻസി ആയിട്ട് തന്നെ എമർജൻസി എക്യുപ്മെന്റ്സുകൾ ആവശ്യം പ്രത്യേകം വന്നേക്കാം, അല്ലെ? പേഷ്യൻസിന്റെ ഓവർഫ്ലോ കൊണ്ട് അത്തരം ഉപകരണങ്ങളും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് എന്താണ് കൃത്യമായ രീതിയിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ലോജിസ്റ്റിക് പ്ലാനിൽ എന്തൊക്കെ വരുന്നു? പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റലിനകത്തും പുറത്തും കൃത്യമായ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻസ് പ്ലാനിങ് ഉണ്ടായിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ടു ആൻഡ് ഫ്രം ദ സൈറ്റ് ആൻഡ് അതർ ഹോസ്പിറ്റൽസ്, അല്ലെ? കൃത്യമായ രീതിയിൽ എന്താണ് ആംബുലൻസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ പ്ലാനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്റ്റോർസ് പ്ലാനിങ്, പേഴ്സണൽ പ്ലാനിങ്, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ എന്തൊക്കെ വരുന്നു? മെഡിക്കൽ സ്റ്റാഫ്, nursing staff, ancillary staff, volunteers and reserve staffs. Then financial planning. Okay. അഞ്ച് രീതിയിലുള്ള ഒരു ആസൂത്രണ പദ്ധതി ആയിരിക്കും ലോജിസ്റ്റിക് പ്ലാനിംഗിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ലോജിസ്റ്റിക് പ്ലാനോട് കൂടി പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന ഭാഗം കഴിയാണ് കേട്ടോ. ലോജിസ്റ്റിക് പ്ലാനിങ്ങോട് കൂടി പ്രീ ഡിസാസ്റ്റർ എന്ന ആ ഒരു ഫേസ് കംപ്ലീറ്റഡ് ആയി. നെക്സ്റ്റ് വരുന്നത് ഡിസാസ്റ്റർ ഫേസ് ആണ്. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ദുരന്തം സംഭവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്? ഡിസാസ്റ്റർ activation. Okay. Disaster activation allowed the mobilization phase planned for alerting the disaster committee, staff, other facilities via phones, paging, and mobilizing resources to suitable activated areas. എന്താണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ? അലേർട്ടേഷൻ ആണ്. ഡിസാസ്റ്റർ സംഭവിച്ചു എന്ന് മറ്റ് ഫെസിലിറ്റീസിലുള്ളവരെ അറിയിക്കുക. ആരൊക്കെയാണ് ആ ഒരു ഫേസില്? പ്ലാൻ ഫോർ അലേർട്ടിംഗ് ഡിസാസ്റ്റർ കമ്മിറ്റി, എന്നിട്ട് ഡിസാസ്റ്റർ കമ്മിറ്റിനെ അറിയിക്കുന്നു. സ്റ്റാഫുകള്, അതർ ഫെസിലിറ്റീസ്. എന്തൊക്കെയാണ് അതർ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ? ഫോൺസ്, അല്ലെ? ഫോൺ കോളുകളിലൂടെ, അതുപോലെ പേജ് ആൻഡ് മൊബിലൈസിംഗ് റിസോഴ്സസ്, സൂട്ടബിൾ ആക്ടിവേറ്റഡ് ഏരിയാസിലൊക്കെ എന്താണ് കൃത്യമായ രീതിയിൽ ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? അതിന് പ്രത്യേക കോഡുകൾ ഉണ്ടായിരിക്കും. ഡിസാസ്റ്റർ ഉണ്ടായിന്ന് തീരുമാനിക്കുന്ന ഒരു കോഡ് ഉണ്ടായിരിക്കും. അത് എല്ലാ പ്രധാനപ്പെട്ട ഏരിയാസിലും എന്താണ് അത് അലേർട്ട് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. ദെൻ അതോടൊപ്പം തന്നെ എന്താണ്? ഇൻസിഡന്റ് കമാൻഡർ ഉണ്ടായിരിക്കും. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഇൻസിഡന്റ് കമാൻഡർ. An incident commander who must be free to command and coordinate to the overall disaster response. അദ്ദേഹമാണ് എന്ത്? ഓവറോൾ ആയിട്ടുള്ള ഡിസാസ്റ്ററിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ എല്ലാരും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇൻസിഡൻസ് കമാൻഡർ ആണ്, അല്ലെ? IC ആണ്. Then must be appointed by hospital administration. എത്രയും പെട്ടെന്ന് തന്നെ എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ അപ്പോയിന്റ് ചെയ്യുന്നു.
എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്ദേശിക്കുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ വിത്ത് എമർജൻസി മെഡിക്കൽ സർവീസസ്. അല്ല, എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യനെ അറേഞ്ച് ചെയ്യുന്നു എമർജൻസി സർവീസസുകള് മെഡിക്കൽ സർവീസസുകള് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇൻസിഡന്റ് കമാൻഡർ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹമാണ് എല്ലാ ഡിസാസ്റ്ററിന്റെ എല്ലാ റെസ്പോൺസും കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അദ്ദേഹമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ എക്സാമ്പിൾ? എന്താണ്? an emergency department physician with emergency medical services. Okay. Hi, Shoki. Thank you. Then incident commander പറഞ്ഞാല് incident commander അല്ലെ മൊത്തത്തിലുള്ളൊരു കമാൻഡർ അതിന്റെ റെസ്പോൺസിനെ ആ ഇൻസിഡന്റിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അല്ലെ, അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താ ഏകോപിപ്പിക്കുന്നതിന് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസിഡന്റ് കമാൻഡർ വർക്ക് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻസിഡന്റ് കമാൻഡർ ആയിരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ നിയമിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ എമർജൻസി മെഡിക്കൽ സർവീസസ് ഒക്കെ അതൊക്കെ റെഡിയാക്കുന്നത് ആരായിരിക്കും? ഇൻസിഡന്റ് കമാൻഡർ ഓഫീസർ ആയിരിക്കും. ഇനി ഇൻസിഡന്റ് സ്റ്റാഫുകൾ എന്താണ്? അവരുടെ പർപ്പസ് എന്താണ്? ഇൻസിഡന്റ് സ്റ്റാഫുകൾ purpose of incident staff comprised of command and general staff is to provide the hospital IC എന്താണ്? Incident commander IC with enough manpower to meet all his or her responsibility in conducting the disaster relief operations. ചിലപ്പോൾ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കട്ടായി പോകും ക്ലാസ്. ഓക്കെ, പവർ ഫെയിലിയർ ഉണ്ട്, എങ്ങാനും കട്ടായി പോയ പേടിക്കണ്ട. ഇൻസിഡന്റ് സ്റ്റാഫിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് സ്റ്റാഫുകളാണ് എന്ത്, അതായത് എല്ലാ ഉത്തരവാദിത്വവും അല്ലെ, എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ ഐസിക്ക് ഇൻസിഡന്റ് കമാൻഡേഴ്സിന് നൽകുക, ഐസിക്ക് നൽകുക എന്നതാണ് എന്ത് ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഓക്കെ, അതായത് ആ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് റിലീഫ് ഓപ്പറേഷന് കൂടെ നിൽക്കുക, എത്രയോ ജീവനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആശുപത്രിക്ക് എന്താണ് ദുരന്ത നിവാരണ പ്രവർത്തനം നടത്തുന്നതിനുള്ള എന്താണ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതാണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ പ്രധാനമായും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതായത് ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള മാൻ പവേഴ്സ് അല്ലെ, ആവശ്യമായിട്ടുള്ള മനുഷ്യശക്തി ആശുപത്രി ഐസിക്ക് അതായത് ഇൻസിഡന്റ് കമാൻഡേഴ്സിന് നൽകുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണിത് ഇൻസിഡന്റ് സ്റ്റാഫുകൾക്കുള്ളത്.
Then B എന്താണ് പറയുന്നത്? A staff compressing the 7 position of most apt for a medium sized disaster. ഇപ്പോ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു മീഡിയം സൈസ്ഡ് ഡിസാസ്റ്റർ, മീഡിയം അല്ലെങ്കിൽ സൈസ്ഡ് ഡിസാസ്റ്റർ ആയി കഴിഞ്ഞാൽ, വലുതോ ചെറുതോ ആയ ഡിസാസ്റ്റർ ആയി കഴിഞ്ഞാൽ പോലും എന്താണ്, ഒരു 7 പൊസിഷൻസിനുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. 7 പൊസിഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് ആ 7 പൊസിഷൻ എന്ന് പറയുമ്പോ? എന്താണ്? പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ശ്രദ്ധിക്കാട്ടോ. പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. ഈ 7 സ്റ്റാഫുകളുടെ പൊസിഷൻസ് പ്രധാനമായിട്ടും ഇത് ഉണ്ടായിരിക്കണം. ഡിസാസ്റ്റർ ചെറുതോ വലുതോ ആയിക്കോട്ടെ, എന്നാൽ കൂടി എന്താണ്, ഈ 7 പൊസിഷൻസിൽ എന്തുണ്ടായിരിക്കണം? ഇൻസിഡന്റ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെ പൊസിഷൻ ആണ്? അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ്, ലോജിസ്റ്റിക്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. ഈ 7 പൊസിഷൻസിലുള്ള ഓഫീസേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ്സുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് സ്റ്റാഫുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഐസിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അല്ലെ, അതായത് എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ നൽകുക എന്നുള്ളതാണ് എന്ത്, ഐസിയുടെ അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഉത്തരവാദിത്വം, പർപ്പസ് എന്ന് പറയുന്നത്. അവരെ ഇൻസിഡന്റ് സ്റ്റാഫുകൾ ഏകദേശം ഒരു 7 മേഖലയിൽ 7 പൊസിഷൻസിൽ അവരെ നിർബന്ധമായിട്ടും, ചെറിയൊരു ഡിസാസ്റ്റർ ആയിക്കോട്ടെ വലിയൊരു ഡിസാസ്റ്റർ ആയിക്കോട്ടെ, 7 പൊസിഷൻസിലും എന്താണ് സ്റ്റാഫുകൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം അല്ലെ. ഏതൊക്കെയാണ് ആ 7 പൊസിഷൻസ്? ഏതൊക്കെയാണ്? 7 പൊസിഷൻസ് ഏതൊക്കെയാണ്? പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻസ്, സേഫ്റ്റി, സെക്യൂരിറ്റി ആൻഡ് ലൈസൺ. ഓക്കെ ഓക്കെ. ഡിസാസ്റ്റർ ഫേസിൽ ഡിസാസ്റ്റർ ആക്ടിവേഷൻ ആകുന്ന സമയത്ത് എല്ലാ കമ്മിറ്റീസിലും എന്താണ്, അലേർട്ടേഷൻ കൊടുക്കുന്നു അല്ലെ. ഡിസാസ്റ്റർ കമ്മിറ്റിയിൽ അലേർട്ടേഷൻ കൊടുക്കുന്നു, സ്റ്റാഫുകൾ അറിയിക്കുന്നു, അതർ ഫെസിലിറ്റീസ് വഴി എന്താണ്, ആക്ടിവേറ്റഡ് ഏരിയാസിൽ ഡിസാസ്റ്റർ ആക്ടിവേറ്റഡ് ആയെന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു അല്ലെ. അതിനുശേഷം എന്താണ്, ഇൻസിഡന്റ് കമാൻഡർ, അദ്ദേഹം എന്താ ചെയ്യുന്നത്? ആൻഡ് ഇൻസിഡന്റ് കമാൻഡർ ഹു മസ്റ്റ് ബി free to command and coordinate the overall disaster response അല്ലെ. അതിലെ മൊത്തത്തിലുള്ള ഒരു ഡിസാസ്റ്ററിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്. അദ്ദേഹമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. ആശുപത്രിക്ക് എന്താണ്, ഒരു ഇൻസിഡന്റ് കമാൻഡർ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിയമിക്കുന്നത്. ഉദാഹരണമാണ് എന്ത്, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യന്മാരെ, എമർജൻസി മെഡിക്കൽ സർവീസസ് ഒക്കെ വരുന്നത് ഇൻസിഡന്റ് കമാൻഡറുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ. ഇനി അടുത്തതാണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ ഉൾപ്പെടുന്നു. ഡിസാസ്റ്റർ ഫേസിലാണ് ഇൻസിഡന്റ് സ്റ്റാഫുകൾ വരുന്നത്. അവരുടെ പർപ്പസ് എന്താണ്? ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ദുരന്ത നിവാരണം നടക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ജീവനക്കാരെ ഐസിക്ക് നൽകുക, ഇൻസിഡന്റ് കമാൻഡേഴ്സിന് ഇൻസിഡന്റ് കമാൻഡിന് നൽകുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ത്, ഇൻസിഡന്റ് സ്റ്റാഫുകൾ ചെയ്യുന്നത്. പിന്നെന്താണ്, അവരൊരു 7 പൊസിഷൻസ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് എല്ലാ സൈസ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിലും, അതായത് വലിയതും ചെറുതും ആയ ഡിസാസ്റ്റേഴ്സിലും എന്താണ്, 7 പൊസിഷൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഫിനാൻസ്, പബ്ലിക് റിലേഷൻ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലൈസൺ. ഓക്കെ. ഇനി when disaster strikes, ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. when disaster strikes, activities in hospital. എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം? ഫസ്റ്റ് തന്നെ, authorized individuals are called to declare a doctor, major CEO, medical officer, nursing director, senior physician, implement the disaster plan policy, disaster plan, police and fire departments are informed.
അപ്പൊ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ എന്താണ് ഈ ഇതിലേതെങ്കിലും ഡോക്ടർ, സിഇഒ, മെഡിക്കൽ ഡയറക്ടറോ, നഴ്സിംഗ് ഡയറക്ടറോ ആരും ആയിക്കോട്ടെ, അവരായിരിക്കും ആ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. ആ ഡിസാസ്റ്റർ പ്ലാന് പോലീസിലേക്കും ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇൻഫോം ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറോ സീനിയർ ഫിസിഷ്യനോ ആയിരിക്കും പോലീസിനെയോ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഇൻഫോം ചെയ്യുന്നത് എപ്പോൾ ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം. ദെൻ ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ്. ഇനി അവിടെ ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. ഡിസാസ്റ്റർ ഇവന്റില് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഡോക്ടർ മേജർ, ഒരു കോഡാണത്. ഡോക്ടർ മേജർ അത് 3 times every 30 seconds for period of 3 minutes. അല്ലെ, ഒരു 3 പ്രാവശ്യം ഏകദേശം എന്താണ് എവറി 30 seconds കൂടുന്ന സമയത്ത് എന്താണ് ഡോക്ടർ മേജർ എന്നൊരു അനൗൺസ്മെന്റ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതായിരിക്കും. ആരാണ്? ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസസ്. ഡോക്ടർ മേജർ എന്നൊരു കമാൻഡ് 3 times every 30 seconds for a period of 3 minutes. ഓക്കെ, അടുത്തത് physician and other staff who are off duty are recalled. ഇതാണ് ഫിസിഷ്യനോ മറ്റു സ്റ്റാഫുകള് ഡ്യൂട്ടിയിലോ അല്ലെ, ഡ്യൂട്ടിക്ക് പുറത്തോ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പുറത്തുള്ളവരെയും എന്താണ് റീകോൾ ചെയ്യുമ്പോൾ അവരെയൊക്കെ തിരിച്ചു വിളിക്കുന്നു. ഏത് സമയത്ത്? ഡിസാസ്റ്റർ സിറ്റുവേഷനില്. അപ്പൊ പുറത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം തന്നെ എന്താണ് ഫിസിഷ്യൻസിനെയും അതർ സ്റ്റാഫിനെ എന്താണ് ഡ്യൂട്ടിയിലേക്ക് റീകോൾ ചെയ്യുന്നു. All departments implement established procedures. എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും എന്താണ് ആ പ്രൊസീജിയേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. Physicians and other staff who are off duty. ഓഫ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടേഴ്സിനെ കൂടി അല്ലെങ്കിൽ മറ്റു സ്റ്റാഫ്സിനെ കൂടി എന്താണ് തിരിച്ചു വിളിക്കുകയാണ് ആ സിറ്റുവേഷൻസിൽ അല്ലെ. ആവശ്യത്തിലധികം ഡോക്ടേഴ്സും സ്റ്റാഫുകളും ആവശ്യമായി വരുന്ന സമയമായതിനാൽ തന്നെ എന്താണ് അവർ എത്രയും പെട്ടെന്ന് റീകോൾ ചെയ്യുന്നു. ഇനി ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ആർക്ക്? റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ഫോർ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് അല്ലെ. ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്ക് ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് രേഖാമൂലമുള്ള ഒരു കുറച്ച് നിർദ്ദേശങ്ങൾ അടങ്ങിയ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. Important areas to medical staff and house officers by designated staff. ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ്, അതായത് നിയുക്ത ഒരു അംഗത്തിൽ ഒരു സ്റ്റാഫിൽ നിന്ന് എന്താണ് പ്രത്യേക ഏരിയാസിൽ അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഹൗസ് ഓഫീസേഴ്സിനും എന്താണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഇമ്പോർട്ടന്റ് ഏരിയാസിലെ മെഡിക്കൽ സ്റ്റാഫുകൾക്കും ഹൗസ് ഓഫീസേഴ്സിനും എന്താണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ദെൻ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതെവിടേക്കാണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക? സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് എവിടെയായിരിക്കും കൊടുക്കുന്നത്? Special instructions are given to disaster chief and a disaster chief of emergency room, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relatives, waiting room, admitting office, prayer department, blood bank, CSST. ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിൽ എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, പ്രത്യേക നിർദ്ദേശങ്ങളായിരിക്കുള്ളൂ കൊടുക്കുന്നത്. ഓക്കെ, പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങളായിരിക്കുള്ളൂ കൊടുക്കുന്നത്. ഓക്കെ, ആ പേരുകൾ റിലേറ്റ് ചെയ്യാം കേട്ടോ. ചീഫ് ഓഫ് എമർജൻസി, ട്രയേജ് ഏരിയ, അവിടെയൊക്കെ ആരാണ്? ഡിസാസ്റ്റർ ചീഫ് ആണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ആരാണ്? ഡിസാസ്റ്റർ ചീഫ് ആണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. Chiefs are assignated to key areas. അപ്പൊ ചീഫ്സുകളെ ഓരോ ചീഫ്സിൽ എന്താണ് ഓരോ ഡെസിഗ്നേറ്റഡ് ഏരിയാസിൽ എന്താണ് അവരെ പ്രത്യേകമായിട്ട് നിയമിച്ചിട്ടുണ്ടായിരിക്കും. ചീഫ്സ് ആർ അസിഗ്നേറ്റഡ് ടു കീ ഏരിയാസ്. ഓരോ ചീഫിനെ എന്താണ് ഓരോ പ്രത്യേക നിയുക്തമായിട്ടുള്ള ഏതെല്ലാം പ്ലേസസിൽ പ്രത്യേക ഏരിയാസിൽ എന്താണ് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും.
Okay. Next, security and support personnel. അവരെന്തായിരിക്കും ചെയ്യുന്നത്? Security and support personnel control the traffic triage is initiated next to ambulance entrance. Security and support സ്റ്റാഫുകളായിരിക്കും എന്ത് ട്രയേജ് ഏരിയ, അത് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ട്രയേജ് ഏരിയയുടെ അടുത്തായിട്ട് തന്നെ, ട്രയേജ് ഏരിയയുടെ അടുത്ത് തന്നെ ആയിരിക്കും എന്ത് ആംബുലൻസ് എൻട്രൻസ് ഉണ്ടായിരിക്കുക. ഗുരുതരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ അടുത്ത് തന്നെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ആംബുലൻസ് എൻട്രൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്തത് കൺട്രോൾ ചെയ്യുന്നതും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായിരിക്കും. സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉദ്യോഗസ്ഥരായിരിക്കുള്ളൂ. ട്രാഫിക്കുകൾ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ട്രയേജ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയായിട്ടായിരിക്കും എന്ത് ആംബുലൻസ് ഏരിയ എൻട്രൻസ്, ആംബുലൻസ് എൻട്രൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ഇതൊന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. ഇതൊക്കെയായിരിക്കും ട്രയേജ് ഇൻസ്ട്രക്ഷൻസ്. Do not allow casualties to pile up. Do not allow casualty to pile up. എന്താണ് pile up എന്ന് പറഞ്ഞാല്? Pile up. Do not allow casualty to pile up. Pile up എന്ന് വെച്ചാൽ എന്താ? പൈലറ്റ് കൂമ്പാരം, കുന്നുകൂടാതെ എന്നൊക്കെ നമ്മൾ പറയൂല. അതായത് ഹോസ്പിറ്റൽ കാര്യകാരണങ്ങൾ കുന്നുകൂടാതെ അനുവദിക്കുക. അതൊക്കെ കേസസ്, ഒരുപാട് കേസസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ, ഗുരുതരമായിട്ടുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ കാഷ്വാലിറ്റിയിൽ എങ്ങനെ കുന്നുകൂടി കിടക്കാനായിട്ട് പാടില്ല. അതൊരു അറേഞ്ച്മെന്റ്സിലായിരിക്കണം കേസസുകൾ മാറ്റേണ്ടത്. ഓക്കെ, Do not allow casualties to pile up. ഓരോ കേസസുകൾ അറേഞ്ച്മെന്റ്സിലായിരിക്കണം ഓരോ പേഷ്യൻസിനെയും നമ്മൾ മാറ്റേണ്ടത്. ഇത് ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. ഇനി സോർട്ട് പേഷ്യൻസ്, അതുമായി കണക്റ്റഡ് ആണ്. ഇത് കണ്ടോ, സോർട്ട് പേഷ്യൻസ് റാപ്പിഡലി, എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ സോർട്ട് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഏതൊക്കെ പേഷ്യൻസിനാണ് ഗുരുതരാവസ്ഥയുള്ളത്, ഏതൊക്കെ പേഷ്യൻസിന് ക്രിട്ടിക്കൽ കെയർ ഇല്ല എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് എന്താണ് പേഷ്യൻസിനെ സോർട്ട് ചെയ്യണം. എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്ത് മാറ്റണം, ഡിവൈഡ് ചെയ്ത് മാറ്റണം. പിന്നെന്താണ് ടാഗ് ആൻഡ് അപ്രോപ്രിയേറ്റ്ലി, പേഷ്യൻസിനെ ലേബൽ ചെയ്യും. ടാഗ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് അവരുടെ പേര് കാര്യങ്ങൾ അടങ്ങിയ ഒരു ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഉചിതമായിട്ട് അവരെ ടാഗ് ചെയ്യുക. അതായത് അവരുടെ കറക്റ്റ് ആയിട്ട് ഏത് പേഷ്യന്റ് ആണെന്നുള്ള ലേബൽ കൊടുക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. പിന്നെന്താണ് റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഈ അവരെ ഏതൊക്കെ ഏരിയാസിലേക്കാണ് പ്രത്യേകം കൊണ്ടുപോകേണ്ടത്, ഉചിതമായ മേഖലകളിലേക്ക് അവരെ റൂട്ട് തിരിച്ചു കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ നോൺ എമർജൻസി കെയർ ഉണ്ടായിരിക്കാം, എമർജൻസി കെയർ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊണ്ടുപോകണം. അതാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് പ്രധാനമായും വരുന്നത്. ഒന്നാമത്തെ എന്താണ്? ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. അല്ലെ, കാഷ്വാലിറ്റി തന്നെ ഇങ്ങനെ ആ പേഷ്യൻസിന് ഇങ്ങനെ കുന്നുകൂട്ടി ഇടാതെ എന്താണ് അവരെ അറേഞ്ച് ചെയ്തപ്പോൾ തന്നെ മാറ്റുക. അല്ലെ, സോർട്ട് പേഷ്യൻസ് റാപ്പിഡലി, എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. പിന്നെന്താണ് ഓരോ പേഷ്യൻസിന് അവർക്ക് കൃത്യമായ ടാഗ് കൊടുക്കണം. അല്ലെ, ലേബിൾഡ് ആയിട്ടുള്ള ഒരു പേര് കാര്യങ്ങൾ അടങ്ങിയ ആ ലേബിൾഡ് ചെയ്ത് ടാഗ് കൊടുക്കണം, ടാഗ് ചെയ്യണം. Then route to appropriate treatment areas. അപ്പൊ ഓരോരുത്തർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയാസിലേക്ക് അവരെ എത്രയും പെട്ടെന്ന് മാറ്റണം. അതാണ് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റൽ ആക്ടിവേറ്റ് ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവിടുത്തെ അതോറിറ്റി ആയിട്ടുള്ള ഒരു ഡോക്ടർ മേജർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഡയറക്ടറോ സീനിയർ ഫിസിഷ്യൻ ആയിരിക്കും എന്താ പോലീസിലേക്കോ ഫയർ ഡിപ്പാർട്ട്മെന്റ്സിലേക്കോ അതിന്റെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. പിന്നെ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്, ഒരു ഡോക്ടർ മേജർ, അല്ലെങ്കിൽ അത് 3 പ്രാവശ്യം ആ ഒരു കോഡ്, ഒരു കമാൻഡ് 3 പ്രാവശ്യം every 30 സെക്കൻഡ്സിന് 3 മിനിറ്റിൽ എങ്ങനെ എന്താണ് അതിനെ അനൗൺസ് ചെയ്യും. പിന്നെ അത് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്താണ് ഫിസിഷ്യൻസും മറ്റ് ഡ്യൂട്ടിയിലുള്ള സ്റ്റാഫുകളൊക്കെ പുറത്താണെങ്കിലൊക്കെ പുറത്തുള്ളവരും എല്ലാവരും എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ ഓഫ് ഡ്യൂട്ടിയിലുള്ളവരുണ്ടായിരിക്കും, അവരെ എത്രയും പെട്ടെന്ന് റീകോൾ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ദെൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സിൽ എല്ലാ പ്രൊസീജിയേഴ്സും ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ദെൻ റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും അല്ലെ, ഇമ്പോർട്ടന്റ് ഏരിയാസിൽ മെഡിക്കൽ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ
എന്താണ് ഹൗസ് ഓഫീസേഴ്സിന് എന്താണ് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഏരിയാസുകൾ ഉണ്ടായിരിക്കും അല്ലെ. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഡിസാസ്റ്റർ ചീഫ് ആയിരിക്കും. ഡിസാസ്റ്റർ ചീഫ് ഇൻസ്ട്രക്ഷൻ ചീഫ് കൊടുക്കുന്നത് എവിടേക്കാണ്? എമർജൻസി റൂമില്, ട്രയേജ് ഏരിയയില്, എമർജൻസി വെയിറ്റിംഗ് റൂമില്, ഡിസ്റ്റർബ് പേഷ്യൻസ് ഏരിയാസില്, റിലേറ്റീവ് വെയിറ്റിംഗ് റൂമില്, CSS ടീപ്പുകൾ, റെഡ് ബ്ലഡ് ബാങ്ക് എന്നിവിടേക്ക് എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ചീഫ്സ് ആയിരിക്കും എന്താ പ്രധാനപ്പെട്ട എല്ലാ ചുമതലകളും നിയോഗിക്കപ്പെടുന്നത്. ദെൻ സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സൺസ് എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ ട്രാഫിക്കുകൾ കൺട്രോൾ ചെയ്യുന്നു. ട്രയേജ് ഏരിയയും ട്രയേജ് ഏരിയ പ്രത്യേകമായിട്ട് ആംബുലൻസ് എൻട്രൻസുമായിട്ട് അടുത്ത് തന്നെ ആയിരിക്കും. ട്രയേജിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തൊക്കെയാണ്? Do not allow casualties to pile up. Then sort patients rapidly. Tag them appropriately. Route to appropriate treatment areas. Okay. ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രത്യേക കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഈ നടപടിക്രമങ്ങളാണ് എല്ലാ ഹോസ്പിറ്റൽസിലും സിറ്റുവേഷൻസിലും എമർജൻസി സിറ്റുവേഷൻസിലും നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്? ട്രീറ്റ്മെന്റ് ഏരിയാസ് ആണ്. ഏതൊക്കെ ചികിത്സ ഏരിയാസ് ആയിരിക്കാം? ചികിത്സ നടക്കുന്ന ഏരിയാസിൽ പ്രധാനപ്പെട്ടത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. എന്താണത്? ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് ടെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയ അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹയർ എമർജൻസി ആയിരിക്കും അല്ലെ. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ലൈഫ് ത്രെട്ടനിങ്, ലൈഫ് ഭീഷണി ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഹെമോറേജ് അതായത് രക്തസ്രാവം ഒക്കെ സംഭവിക്കുന്ന സമയത്തായിരിക്കും എന്ത് എമർജൻസി ഹൈപ്പർ അക്യൂട്ട് ട്രീറ്റ്മെന്റ്സ് കൊടുക്കേണ്ടത്. കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് മാറി കിടപ്പുണ്ട്. ഈ 5ാമത്തെ പോയിന്റ് കണ്ടോ? അൺസേവജബിൾ കേസസ്. അൺസേവജബിൾ കേസസ് കണ്ടോ? അത് ഈ 1ാമത്തേൽ വരുന്നതാണ് കേട്ടോ. ഇവിടെ 5ാമത്തെ പോയിന്റിന്റെ നേരെ വരുന്നത് എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസ്. മാറിക്കെടുക്കുവാണേ. OPD വരുന്നതാണ് മൈനർ ഇഞ്ചുറീസും ആംബുലേറ്ററി പേഷ്യൻസും. ഇവിടെയാണ് എന്ത് വരുന്നത്? അൺസേവജബിൾ കേസസ് വരുന്നത് ഈ എമർജൻസി റൂം അക്യൂട്ട് കണ്ടീഷൻസിലാണ് വരുന്നത് കേട്ടോ. അൺസേവജബിൾ കേസസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് രക്ഷിക്കാൻ കഴിയാതെ സംരക്ഷിക്കാൻ കഴിയാത്ത പേഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ 0 മിനിറ്റ്സിനുള്ളിൽ തന്നെ പെട്ടെന്ന് എത്തിച്ചേരുമ്പോൾ തന്നെ മരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്? അൺസേവജബിൾ കേസസ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റിലാണ് വരുന്നത് കേട്ടോ. 1ാമത്തെ പോയിന്റിൽ ആണ് വരുന്നത്. എന്താണ് ആദ്യത്തെ ട്രീറ്റ്മെന്റ് ഏരിയ? 2ാമത്തേത് എന്താണ്? സർജറി. എന്തുമായി ബന്ധപ്പെട്ട? സീരിയസ് കാഷ്വാലിറ്റീസ്, ചെസ്റ്റ്, അബ്ഡോമിനൽ ട്രോമ, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ദെൻ ഓപ്പൺ ഫ്രാക്ചേഴ്സ് അല്ലെ, തുറന്നൊടിവുകൾ അല്ലെ. തുറന്നൊടിവുകളൊക്കെയാണ് എന്താ സർജറി ആയിട്ട് ചെയ്യുന്നത്. ആ ഒരു ട്രീറ്റ്മെന്റ് ഏരിയ വരുന്നത് സർജറി ആണ്. ദെൻ ഡെലിവറി സ്യൂട്ട്. അടുത്തത് എന്താണ്? ഡെലിവറി സ്യൂട്ട്. ഡെലിവറി സ്യൂട്ടിൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് വരുന്നത്? വുമൺ ഇൻ ലേബർ അല്ലെ. വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്. ദെൻ ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് വെച്ചാൽ എന്താണ്? അമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതരമായിട്ട് അല്ലെങ്കിൽ ഒരുപോലെ ഗുരുതരമായിട്ട് എന്താണ് ബാധിക്കുന്ന അവസ്ഥയാണ് എന്ത്? ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാനസികപരമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളാകാം. ഓക്കെ, ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ, അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ എന്താണ് ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്താ? ട്രോമാറ്റൈസ്ഡ് പ്രഗ്നന്റ് വുമൺ. ഓക്കെ, അപ്പൊ എമർജൻസി റൂം ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? ലൈഫ് ത്രെട്ടനിങ്, ഹെമോറേജ്, പിന്നെന്താണ്? അൺസേവജബിൾ കേസസ്. ഓക്കെ, നമുക്ക് ഒട്ടും തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത
കേസുകൾ, ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത കേസ് കേട്ടോ. ദെൻ സർജറിയിൽ എന്തൊക്കെയാണ്? അഡ്ജസ്റ്റന്റ് അബ്ഡോമിനൽ ട്രോമ, ഓപ്പൺ ഫ്രാക്ചേഴ്സ് എക്സെട്ര. ഡെലിവറി സ്യൂട്ടില് woman in labor, complications of pregnancy, traumatized pregnant woman. അടുത്ത ട്രീറ്റ്മെന്റ് ഏരിയ ആണ് എന്ത്? ICU, intensive care unit അല്ലെ. അവിടെ എന്തായിരിക്കും? മെഡിക്കൽ എമർജൻസീസ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും അല്ലെ. മെഡിക്കൽ എമർജൻസീസ് ചികിത്സകളായിരിക്കും അവിടെ ICU ഉണ്ടായിരിക്കുക. Then OPD, outpatient department. Outpatient ഏരിയയിൽ എന്താണ് വന്നത്? ഔട്ട്പേഷ്യന്റ് ഏരിയാസിൽ എന്താണ് വരുന്നത്? മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ്. മൈനർ ഇഞ്ചുറീസുകളും മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസുകളും ആംബുലേറ്ററി പേഷ്യൻസ് ആയിരിക്കും എന്തിൽ വരുന്നത്? OPD ഏരിയയിൽ വരുന്നത്. ഓക്കെ, OPD ഏരിയ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയാസിൽ വരുന്നതാണത്. മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ്. അടുത്തത് സൈക്കാട്രി. അപ്പോ എഴുതുന്നുള്ള പോയിന്റ് വെട്ടിക്കോട്ടെ നിങ്ങൾ. അത് ഇതിൽ ആദ്യത്തിൽ വരുന്നതാണ്. സൈക്കാട്രിയിൽ എന്താണ്? ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസി. ഹിസ്റ്റീരിയ എന്താണ്? അപസ്മാരം, അപസ്മാരം, സീഷർ എന്നൊക്കെ പറയും അല്ലെ. ഹിസ്റ്റീരിയ. ദെൻ ബിഹേവിയറൽ എമർജൻസി, എന്തെങ്കിലും പെരുമാറ്റപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എവിടെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? സൈക്കാട്രിക് ഏരിയാസിലായിരിക്കും. ഓക്കെ, ഹിസ്റ്റീരിയ എന്ന് വെച്ചാൽ അപസ്മാരമാണ് കേട്ടോ. ദെൻ മെഡിക്കേഷൻ റൂം. മെഡിക്കേഷൻ റൂം എന്തിനു വേണ്ടിയിട്ടുള്ള ചികിത്സയ്ക്കാണ്? ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസിനാണ്. മെഡിക്കേഷൻ റൂം എന്തിനാണ്? ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസിനായിരിക്കും മെഡിക്കേഷൻ റൂം. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻ ആയിരിക്കും. ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസിനാണ് മെഡിക്കേഷൻ റൂം. ദെൻ സെമിനാർ റൂം. സെമിനാർ റൂം എന്തിനാണ്? അൺഇഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെ, അൺഇഞ്ചേർഡ് ഒന്നും ഇല്ലാത്തവരും അതുപോലെ ഡിസ്ചാർജ് പേഷ്യൻസ്, റിലേറ്റീവ്സിനൊക്കെ ആയിരിക്കും. അവർക്കൊക്കെ ആയിരിക്കും എന്താ സെമിനാർ റൂമിലെ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നത്. അൺഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഡിസ്ചാർജ് പേഷ്യൻസ്, റിലേറ്റീവ്സ് ഒക്കെ ആയിരിക്കും എവിടെ ഉണ്ടാവുക? സെമിനാർ റൂമില് ഉണ്ടായിരിക്കുക. ഓക്കെ, ട്രീറ്റ്മെന്റ് ഏരിയാസ് പ്രധാനമായും എത്രണ്ണമാണ്? 9 എണ്ണമാണ് വരുന്നത് അല്ലെ. ഒന്ന് എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻസ്. ഹൈപ്പർ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് അറ്റൻഷൻ അല്ലെ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താ? എമർജൻസി റൂമിൽ ആ ഒരു പ്രൊസീജിയേഴ്സ് ആയിരിക്കും നടത്തപ്പെടുന്നത് അല്ലെ. ലൈഫ് ത്രെട്ടനിങ്, ഹെമോറേജ് ആൻഡ് അൺസ്ലെജിബിൾ കേസുകൾ. സർജറി, chest serious casualties issues, chest abdominal trauma, open fractures etc. ഡെലിവറി സ്യൂട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്? woman in labor, complications of pregnancy, traumatized pregnant woman. ICU എന്താ വരുന്നത്? ICU medical emergencies. Okay, then outpatient departmental എന്താണ് വരുന്നത്? എന്തൊക്കെ ചികിത്സകളാണ്? മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ്. then psychiatry. സൈക്കാട്രിയില് ഹിസ്റ്റീരിയ, ബിഹേവിയറൽ എമർജൻസീസ്. then medication room. മെഡിറ്റേഷൻ റൂം എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിറ്റേഷൻ റൂം എന്തിനു വേണ്ടിയിട്ടാണ്? ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസിന് വേണ്ടിയിട്ട്. സെമിനാർ റൂമിൽ ആരൊക്കെയാണ്? അൺഇഞ്ചേർഡ് പേഷ്യൻസ്, ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ് ആയിരിക്കും സെമിനാർ റൂമിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, മതി കേട്ടോ. സംശയം ഉണ്ടോ നേരത്തെ എടുത്തേല്?
ക്ലിയർ ആണോ? ട്രീറ്റ്മെന്റ് ഏരിയാസുകൾ മനസ്സിലായോ? ട്രീറ്റ്മെന്റ് ഏരിയാസിൽ പഠിക്കണം കേട്ടോ. 50 എണ്ണം പഠിക്കണം. ഓക്കെ. ബാക്കിയുള്ള ഈ ഭാഗം ഒന്ന് നിങ്ങൾ വായിച്ചിട്ട് വരാം കേട്ടോ. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, കഴിഞ്ഞു. മതി, ലീവ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു.